ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയുടെ വാർത്തയാണ് വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ സത്യപ്രതിജ്ഞാ വിവാദത്തിൽ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി. 19 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കി. അംഗങ്ങൾ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം. സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, നമ്മൾ കണ്ടതാണ് ഓരോ ബി.ജെ.പി അംഗവും തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു കേസ് ഹൈക്കോടതിയിലെത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വലിയ തിരിച്ചടി ബി.ജെ.പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിരിക്കുന്നു. കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തതാണ് വിവാദമായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് 19 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കി. സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ഷമ്മി, ഇത് വലിയ വിവാദമായൊരു സത്യപ്രതിജ്ഞയാണത്. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നതിന് പിന്നാലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സംസ്ഥാന വ്യാപകമായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പിയുടെ 19 കൗൺസിലർമാർ ദൈവനാമത്തിൽ എന്നതിന് പകരം ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തൊരു സാഹചര്യമുണ്ടായി. ഭാരതാംബ, അയ്യപ്പൻ, അങ്ങനെ ബി.ജെ.പിക്ക് വേണ്ടി മരിച്ച ബലിദാനികൾ, അങ്ങനെ കുറേ ആളുകളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് ചില കൗൺസിലർമാർ വ്യക്തമാക്കിയത്. ഉദാഹരണത്തിന് കടകംപള്ളി വാർഡിലെ ബി.ജെ.പി കൗൺസിലറായ ജയ രാജീവ് അയ്യപ്പൻ്റെ നാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. മുൻ DGPയും ശാസ്തമംഗലത്തിൽ നിന്നുള്ള കൗൺസിലറുമായ ശ്രീരേഖ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വന്ദേ മാതരം അങ്ങനെ കുറേ വിവാദങ്ങളുണ്ടായിരുന്നു. സ്വാഭാവികമായി അത് കോടതി കയറി. LDFൻ്റെ CPMൻ്റെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവ് കൗൺസിലറുമായ ദീപക് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഇതിൽ വിശദമായി വാദം കേട്ടു. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അല്പം മുമ്പ് അതിൽ വിധി പറഞ്ഞു. 19 കൗൺസിലർമാരുടെയും സത്യപ്രതിജ്ഞ ചട്ടവിരുദ്ധമാണ് എന്നാണ് കോടതിയുടെ ഉത്തരവ്. അതായത് ഇവർ സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിൽ എന്നത് സാധാരണ നിലയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ദൈവനാമത്തിൽ എന്നതിന് പകരം ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തത് അനുവദിക്കാനാവില്ല. അത് ചട്ടവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സത്യപ്രതിജ്ഞ നിയമവിരുദ്ധമാണെന്ന് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവരെ സത്യപ്രതിജ്ഞ റദ്ദ് ചെയ്തിട്ടുണ്ട് കോടതി. പക്ഷേ കോടതി അവർക്കൊരു ആനുകൂല്യം നൽകിയിട്ടുണ്ട്. 4 ആഴ്ചയ്ക്കകം ഇവർ വീണ്ടും ഓത്തെടുക്കണം, സത്യപ്രതിജ്ഞ ചെയ്ത് കൗൺസിലർമാരായി ചുമതലയേൽക്കണം. എങ്കിൽ മാത്രമേ അവർ കൗൺസിലർമാർക്കായി ഇനി നിലനിൽക്കാൻ കഴിയൂ എന്നുള്ളതാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം തിരിച്ചടിയാണിത്. കാരണം തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിൽ അംഗങ്ങളുടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ വേദി പോലും ഒരു തരത്തിൽ സങ്കുചിത ദൈവ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു സാഹചര്യം ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു പ്രത്യേക രീതിയിൽ അതിനെ കാണാനും അത് പ്രത്യേക രീതിയിൽ മുതലെടുക്കാനും ബി.ജെ.പി ശ്രമിച്ച ഒരു സംഭവമാണിത്. അന്ന് തന്നെ CPIM സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചട്ടവിരുദ്ധമായാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തുടർ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് നിയമ നടപടിയിലേക്ക് CPIM നീങ്ങിയത്. അങ്ങനെ LDFൻ്റെ കോർപ്പറേഷൻ കൗൺസിൽ അധ്യക്ഷൻ SP ദീപക് സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഹർജിക്കാരന് അനുകൂലമായി, LDFന് അനുകൂലമായി, CPIMന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. അല്പം മുമ്പാണ് സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉത്തരവ് പറഞ്ഞത്. വളരെ കൗതുകരമായ ഒട്ടേറെ ഘടകങ്ങൾ അതിലുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ഒരു തരത്തിൽ നിയമവിരുദ്ധമായ സത്യപ്രതിജ്ഞാ രീതി വിനിയോഗിച്ചു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ, ഈ 2 ഓപ്ഷനാണ് അംഗങ്ങൾക്കാണെങ്കിലും ഏതൊരാൾക്കാണെങ്കിലും ഭരണഘടനാ പ്രകാരം സത്യപ്രതിജ്ഞയ്ക്കായി ഭരണഘടന അനുവദിച്ചിരിക്കുന്നത്. അതേതെങ്കിലും ഒരു ദൈവത്തിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചൊല്ലുമ്പോൾ അതിന് നിയമപരമായ പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണിത്. ഇത് കേവലമായൊരു സാങ്കേതികമായ പ്രശ്നമല്ല. ബി.ജെ.പി കേരളത്തിലാകമാനം ഉയർത്തുന്ന ഒരു തരത്തിലുള്ള വർഗീയതയ്ക്കെതിരായ കോടതിയുടെ ഒരു നിലപാട് പ്രഖ്യാപനം കൂടിയാണ് ഇന്നത്തെ വിധി എന്ന് പറയാം. ഷമ്മി, തീർച്ചയായും സാലി, ഈ ഭരണഘടന അനുശാസിക്കുന്നത് മതേതരത്വം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് ഈ ദൈവനാമത്തിൽ എന്ന് പറയുന്നത്. അതിൽ ഇന്ന ദൈവം, എൻ്റെ ദൈവം, നിങ്ങളുടെ ദൈവം എന്നൊരു വേർതിരിവ് അക്കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഏത് ദൈവമാണെങ്കിലും അതിന് പ്രായോഗികമായ ഒരു സാധുത ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷേ അതിൽ ഈ പറയുന്നത് പോലെ മറ്റ് ഓരോ ദൈവങ്ങളുടെയും പേരിലേക്ക് അത് മാറുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് തന്നെ ആ സത്യപ്രതിജ്ഞ എതിരാകുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഉമേഷ് ചള്ളിയിൽ എന്ന് പറയുന്ന ഒരു MLA നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തതും അവസാനം അദ്ദേഹത്തിൻ്റെ ആ ഒരു സത്യപ്രതിജ്ഞ കോടതി റദ്ദാക്കിയതുമൊക്കെ പഴയകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾക്ക് ഓർമ്മയുണ്ട്. സാലി,
അതായത് ഈ സമാനമായൊരു സാഹചര്യം തന്നെ ഇതിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഈ കോടതി പരിശോധിച്ചതിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും. പക്ഷേ നിയമത്തിനപ്പുറം ഇതിന് ചില പ്രശ്നങ്ങളുണ്ട് സാമൂഹ്യമായി. ആ പ്രശ്നം കൂടി ഇപ്പോൾ അഡ്രസ്സ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഉത്തരവിൻ്റെ ഏറ്റവും ഗുണകരമായ വശം. കോടതി ചൂണ്ടിക്കാട്ടിയത് ഇത് നിയമപരമായി ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യാനാവില്ല. ഓരോരുത്തരും സത്യപ്രതിജ്ഞ ചെയ്ത രീതി തന്നെ നമുക്ക് പരിശോധിച്ചാൽ അതിൽ വ്യക്തമാകും. കോടതി ഉത്തരവിൽ അത് എഴുതി ചേർത്തിട്ടുണ്ട്. ചിലർ ഗുരുദേവ നാമത്തിൽ, ഒരാൾ ഉദയന്നൂർ ദേവിയുടെ നാമത്തിൽ, കാവിലമ്മയുടെ നാമത്തിൽ, ഭഗവതിയുടെ പേരിൽ, ശ്രീപത്മനാഭസ്വാമിയുടെ നാമത്തിൽ, ഭാരതാംബയുടെ നാമത്തിൽ, എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ബലിദാനികളുടെ പേരിൽ, ഭാരതമാതാവിൻ്റെ നാമത്തിൽ, തിരുവല്ലം പരശുരാമൻ്റെ നാമത്തിൽ, അങ്ങനെ കുറേ ദൈവങ്ങളുടെ പേരിൽ ഏതെങ്കിലും ദൈവനാമത്തിൽ എന്നതിന് പകരം ആ ദൈവങ്ങളുടെ പേര് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ടെക്നിക്കൽ പ്രശ്നം. അതിനെ കോടതി നിയമപരമായി തന്നെ പരിശോധിച്ചു. ഇത് കോടതി ഇതിൻ്റെ വാദത്തിനിടെ ചില കമൻറ്റുകൾ പറഞ്ഞിരുന്നു. ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ കോടതി അന്ന് തന്നെ ചോദിച്ചിരുന്നു, ദൈവനാമത്തിൽ എന്നതിന് പകരം ദൈവങ്ങളുടെ പേര് പറയുന്നത് എങ്ങനെ ഭരണഘടനാപരമായി ശരിയാകും എന്ന് കോടതിക്ക് സംശയമുണ്ട് എന്ന് കോടതി പറയുകയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ഇൻ്ററിംഗ് ഓർഡർ അന്ന് പുറപ്പെടുവിച്ചപ്പോൾ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചുകൊണ്ട് പുറപ്പെടുവിച്ച ഒരു ഇടക്കാല ഉത്തരവിൽ തന്നെ കോടതി അത് വ്യക്തമാക്കുകയും ചെയ്തു. ഉത്തരവിൻ്റെ ഭാഗമായി എഴുതി ചേർക്കുകയും ചെയ്തതാണ്. അതിനെ തുടർന്നാണ് വിശദമായ വാദം നടന്നത്. വാദത്തിനിടെ ഈ കൗൺസിലർമാരായ BJP അംഗങ്ങളുടെ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി ഇത് നിയമപരമാണ് എന്ന് ആവർത്തിച്ച് വാദിക്കുകയാണ് കോടതിയുടെ മുന്നിൽ ചെയ്തത്. പക്ഷേ കോടതി അതിൽ വിശദമായി വാദം കേട്ടു. ഹർജിക്കാരനായ SP ദീപക് CPM നേതാവ് എടുത്ത നിലപാട് ദൈവങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ദൈവനാമത്തിൽ എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അതിൽ നിയമപരമായ ഒരു പെശകുമില്ല, അതെല്ലാവരും അംഗീകരിക്കപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പക്ഷേ ഓരോ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, അത് മതേതര സങ്കല്പത്തിന് വിരുദ്ധമാണ് എന്ന നിലപാട് തന്നെയാണ് CPIM-ഉം ഹർജിക്കാരനായ SP ദീപക്കും കോടതിയിലെടുത്തത്. അത് തന്നെ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ നിയമപരമായ വശത്തേക്കാളുപരി ഇത് ഉയർത്തുന്ന രാഷ്ട്രീയമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ രാഷ്ട്രീയത്തിൽ കോടതി നിലപാട് ഇടതുപക്ഷം ഈ വിഷയത്തിലെടുത്ത നിലപാടിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്